നമസ്കാരം. രാജിവെച്ച പി.വി. അൻവർ നിലമ്പൂരിൽ നിന്ന് പിന്മാറി. ഇനി പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണ്. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു. നിലമ്പൂരിൽ മത്സരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിരുപാധിക പിന്തുണ. ആര്യാടൻ ഷൗക്കത്തിന് പരിഹാസം. ഉപതെരഞ്ഞെടുപ്പിൽ വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം. അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് വി. ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. അൻവറിന് മറുപടിയില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. കരുതലോടെ കോൺഗ്രസ്. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന് ചെന്നിത്തല. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്ന് CPM. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിച്ചിരിക്കും. പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMK പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ? പി. ശശിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്തുണയുമായി CPM ഉന്നതരുണ്ടായിരുന്നുവെന്ന് തുറന്നടിച്ച് പി.വി. അൻവർ. പിന്തുണച്ചത് ആരെന്ന് പറയില്ല. മനസ്സിലായി. ഞാനിപ്പോൾ തൽക്കാലം ജയരാജേട്ടനെയും അതിന് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണുക. VD സതീശനെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി. ശശിയുടെ പ്രേരണയാൽ. സതീശനോടും പൊതുസമൂഹത്തോടും മാപ്പ്. രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചിട്ടില്ലെന്നും നെഹ്റു കുടുംബവുമായി നല്ല ബന്ധമെന്നും ആവർത്തിച്ച് അൻവർ. ഞാൻ ആദ്യം ഭരിക്കും. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ പോലീസ്. എതിർപ്പുമായി കുടുംബം. രംഗം ശാന്തമാക്കിയ ശേഷം സമാധി പൊളിക്കുമെന്ന് സബ് കളക്ടർ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. പത്തനംതിട്ട പീഡനത്തിൽ പ്രതികൾക്ക് പിന്നാലെ അന്വേഷണ സംഘം. ഇതുവരെ അറസ്റ്റിലായത് 28 പേർ. രജിസ്റ്റർ ചെയ്തത് 29 കേസുകൾ. കൂടുതൽ അറസ്റ്റിന് സാധ്യത. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് താൽക്കാലിക വിരാമം. ജോസഫ് പാംപ്ലാനി പ്രതിഷേധിച്ച പുരോഹിതരുമായി നടത്തിയ ചർച്ചയിൽ സമവായം. പ്രതിഷേധം അവസാനിപ്പിച്ച പുരോഹിതർ. തർക്ക വിഷയങ്ങളിലെ ചർച്ച പിന്നീട്. വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം തേടി PC ജോർജ് കോടതിയിൽ. നീക്കം ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പരാതി ലഭിച്ചിട്ടും രാഹുലിനെതിരെ കേസെടുക്കാതെ പോലീസ്. കടുവാഭീതിയിൽ വയനാട് പുൽപ്പള്ളിയിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനംവകുപ്പ്. പുതിയ കൂടിന് സമീപം കടുവയെത്തിയത് തെർമൽ ക്യാമറയിൽ. തെരച്ചിൽ തുടരുന്നു. കണ്ടാലുടൻ മയക്കുവെടി. പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. NM വിജയന്റെ മരണത്തിൽ ഉത്തരവാദികളായവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. മരണത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് പങ്ക്. ഗോവിന്ദന്റെ പ്രതികരണം കുടുംബത്തെ സന്ദർശിച്ച ശേഷം. വിജയന്റെ മരണത്തിനു ശേഷം കുടുംബത്തെ ആദ്യമായി സന്ദർശിച്ച VD സതീശൻ. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് CPM പ്രക്ഷോഭം. നിലമ്പൂർ MLA സ്ഥാനം പി.വി. അൻവർ രാജിവെച്ചു. നിലവിലെ നിയമസഭയിലെത്തി സ്പീക്കർ AN ഷംസീറിന് രാജി കൈമാറി. തൃണമൂൽ കോൺഗ്രസിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന കൂറുമാറ്റം നിയമം കുരുക്കാകാതിരിക്കാനാണ് MLA സ്ഥാനം രാജിവെച്ചത്. രാജിക്ക് പിന്നാലെ TMCയുടെ സംസ്ഥാന കൺവീനറായി പി.വി. അൻവറിനെ നിയമിച്ചു. അപ്രതീക്ഷിതമായി ഒന്നും ഉണ്ടായില്ല. സ്പീക്കറെ രാവിലെ കാണുമെന്ന് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ തന്നെ അൻവർ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഉറപ്പായിരുന്നു. വാഹനത്തിലെ MLA ബോർഡ് മറച്ചുവെച്ചായിരുന്നു MLA ഹോസ്റ്റലിൽ നിന്ന് അൻവർ രാവിലെ പുറപ്പെട്ടത്. നിയമസഭയിലെത്തിയപ്പോഴും രാജിക്കാര്യം പ്രഖ്യാപിച്ചില്ല അൻവർ. അൻവർ എത്തിയതിന് പിന്നാലെ സ്പീക്കറും നിയമസഭയിലെത്തി. 5 മിനിറ്റ് കൊണ്ട് രാജി സമർപ്പിച്ച അൻവർ പുറത്തിറങ്ങി. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് രാജിക്കാര്യം അറിയിച്ചു. 11-ാം തീയതി തന്നെ ഇമെയിൽ വഴി രാജിക്കാര്യം സ്പീക്കറെ അറിയിച്ചിരുന്നുവെന്ന് അൻവർ. മമതയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നും വ്യക്തമാക്കി. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു.
അൻവറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ TMCയുടെ സംസ്ഥാന കോർഡിനേറ്ററായി നിയമിച്ച് പ്രഖ്യാപനം വന്നു. ഇനി കേരളത്തിലെ TMCയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അൻവർ ആയിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് PV അൻവർ. പിണറായി സത്തെ താഴെയിറക്കാൻ UDF-നെ പിന്തുണയ്ക്കും. നിലമ്പൂരിൽ DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ട അൻവർ ആര്യടൻ ഷൗക്കത്താണെങ്കിൽ പിന്തുണയ്ക്കില്ല എന്നും പറഞ്ഞു. താൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നായിരുന്നു അൻവറിനുള്ള ആര്യടൻ ഷൗക്കത്തിന്റെ മറുപടി. ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധി രാജിവെച്ചാൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് വ്യവസ്ഥ. അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂരിൽ ജൂലൈ 12-നകം ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അൻവറിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. UDF-നെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ സ്ഥാനാർത്ഥിയായി VS ജോയിയുടെ പേര് UDF-ന് മുന്നിൽ വെച്ചു. അതിന് കാരണമായി അൻവർ പറയുന്നത് ക്രൈസ്തവ പിന്തുണ കിട്ടുമെന്നാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടാനും അൻവർ മറന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ആര്യാടൻ്റെ മകനാ. മുകളിലിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. പിന്നാലെ ഷൗക്കത്ത് മറുപടിയുമായി രംഗത്തെത്തി. അതിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ UDF-ൽ കയറിക്കൂടാൻ ശ്രമിക്കുന്ന അൻവർ സ്ഥാനാർത്ഥി നിർദ്ദേശം മുന്നോട്ട് വെച്ച് നടത്തിയ നീക്കം പാളിയെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. മീഡിയ 1 തിരുവനന്തപുരം. UDF പാളയത്തിലേക്ക് കണ്ണുവെക്കുന്ന അൻവർ നേരത്തെ കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ അഴിമതി ആരോപണം, രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA പരാമർശങ്ങളിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അഴിമതി ആരോപണം P ശശി പറഞ്ഞിട്ടെന്നും പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ CP നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ നിന്നും VD സതീശൻ 150 കോടി രൂപ കടത്തിയെന്ന ആരോപണം നിയമസഭയിലാണ് PV അൻവർ ഉന്നയിച്ചത്. ഇതായിരുന്നു PV അൻവറിന്റെ UDF പ്രവേശനത്തിനുള്ള പ്രധാന വിലങ്ങുതടിയായത്. കളം മാറിയതോടെ പഴി മുഴുവൻ P ശശിക്ക് നൽകി അൻവർ മാപ്പ് പറഞ്ഞു. P ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം. MLA ആണ് അതിന് ഫിറ്റ് ആയിട്ടുള്ള ആള്. MLA കൃത്യമായിട്ട് പറയണം. ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. P ശശിക്കും MR അജിത് കുമാറിനുമെതിരായ പോരാട്ടത്തിൽ തനിക്ക് പിന്തുണ തന്നത് CPM ഉന്നത നേതാക്കളാണെന്ന് അൻവർ അവകാശപ്പെട്ടു. എന്നാൽ ആരുടെ പേര് പറയാനും അൻവർ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല. അൻവറെ, നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പറയണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി പറയുന്നത്. ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു. ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ DNA പരാമർശത്തിലും അൻവർ വിശദീകരണം നൽകി. ലീഗ് എല്ലാ കാലത്തും സോഫ്റ്റ് ആണെന്ന് പറഞ്ഞതിലൂടെ UDF പ്രവേശനത്തിലുള്ള ആഗ്രഹം അൻവർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം. UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് അൻവർ പറഞ്ഞതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അൻവർ താൽപ്പര്യം പ്രകടിപ്പിച്ചാൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് UDF കൺവീനർ MM ഹസനും പറഞ്ഞു. അൻവർ പോയത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ പ്രതികരണം. രാജി നിലമ്പൂരിൽ യാതൊരു ചലനവും ഉണ്ടാക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി VP അനിലും പറഞ്ഞു. അദ്ദേഹം പുതിയ പാർട്ടി ചേരാൻ പോകുമ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അദ്ദേഹം രാജിവെക്കുന്നത്. ഏതായാലും UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടത്, ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF ആണ് അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതെന്നാണ്. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രക്ഷേപം ഇല്ലല്ലോ. അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDF-ൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ അപ്പോൾ കോൺഗ്രസും ആലോചിക്കും, UDF-ഉം ആലോചിക്കും. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിക്കും. ഓരോ തരത്തിലുള്ള തിരിച്ചടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നത് കഴിഞ്ഞ തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ
സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. പി വി അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനോട് നിലമ്പൂരുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഒപ്പം ഉപതെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ സാധ്യതകളെക്കുറിച്ചും വോട്ടർമാർ സംസാരിക്കുന്നു. പി വി അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനോട് നിലമ്പൂരിലെ വോട്ടേഴ്സ് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നാണ് നമ്മൾ നോക്കുന്നത്. ചേട്ടാ, പി വി അൻവർ രാജിവെച്ചിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. എന്തോ പോണ്ടതാണോ? അൻവർ രാജിവെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി നമ്മുടെ മണ്ഡലം സാക്ഷിയാകും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഇനി വരുന്നത് നല്ല സ്ഥാനാർത്ഥികൾ വരട്ടെ. ഈ രാജിവെച്ചതോട് കൂടി ഒരു MLA ഇല്ലാതാവല്ലേ മണ്ഡലത്തിന്? MLA പുതുതായിട്ട് വരൂലേ? ഇപ്പം 6 മാസം കൊണ്ട് വരൂലേ? ചേട്ടാ, അൻവർ രാജിവെച്ചിരിക്കുകയാണ് MLA സ്ഥാനം. എന്തായിരിക്കും ഇനി നിലമ്പൂർ മണ്ഡലത്തിലൊരു വിധി എന്തായിരിക്കും? മത്സരിക്കുകയാണെങ്കിൽ അൻവർ വിജയം ഉറപ്പാണ്. അൻവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാലും നിലമ്പൂർ ജയിക്കോ? അത്രയ്ക്ക് പിന്തുണ, ജനപിന്തുണ പി വി അൻവറിനുണ്ടോ? പാർട്ടി നോക്കാതെ എല്ലാവരും പിന്തുണ ഉണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഇനി UDF ഇവിടെ ഭരിക്കും. എന്താ പറയുക, ഇടതുപക്ഷത്തിന് ഒന്നാമതൊരു സ്ഥാനാർത്ഥിനെ ഇന്നേ വരെ ഇവിടെ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഓരോ എപ്പോഴായാലും ഓരോരുത്തർക്ക് പിന്തുണ കൊടുക്കലാണ്. പി വി അൻവർ സ്വയം അൻവറിന്റെ കുഴി തോണ്ടി. LDF-നെ വെറുപ്പിച്ചുകൊണ്ടൊന്നും ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയൂല. പി വി അൻവറിന്റെ പിന്തുണ UDF-നാണെന്നാ പറയുന്നത്. UDF ജയിക്കുള്ളൂ, ആരും വന്നാലും. പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് പറയുന്നത്. ഇതിൽ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവർ ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കില്ല എന്ന പൊതു അഭിപ്രായമാണ് പറഞ്ഞവരിൽ കൂടുതൽ പേരും പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ അല്പസമയത്തിനകം പൊളിച്ചു പരിശോധിക്കും. RDOയും ഡോക്ടർമാരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. അതിനിടെ പ്രതിഷേധവുമായി ഒരു വിഭാഗം നാട്ടുകാരും കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്കിത് കല്ലറ തുറന്ന് ഈ അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് ബോധ്യമായിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യം ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിജോ, സ്ഥിതിഗതികൾ ശാന്തമായ ശേഷം നടപടികളിലേക്ക് കടക്കും എന്നാണല്ലോ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ ശാന്തമായിട്ടുണ്ടോ ഇപ്പോൾ? നൗഫല, സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പൂർണ്ണമായിട്ട് സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു വാക്കുതർക്കത്തിനും സംഘർഷത്തിനും നേരിയ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില ആളുകൾ ഇവിടെ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ഒരു തരത്തിലും ഈ സമാധി സ്ഥലം കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നിലപാട്. ഇപ്പോൾ നമ്മൾ ഈ ലൈവ് നിന്ന് തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇവിടെ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും അതുപോലെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. തീർത്തും വർഗീയപരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഒരു ഭാഗത്ത് ഹിന്ദു പ്രവർത്തകർ അവരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമായതിനു ശേഷം ഈ കല്ലറ പൊളിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത്. അസിസ്റ്റന്റ് കളക്ടറും അതുപോലെ AC-യും SHOയും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ RDO വന്ന ഈ കുടുംബവുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഈ കുടുംബത്തെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. എന്തായാലും ആ കുടുംബത്തെ നേരത്തെ ഈ കുടുംബം ഈ കല്ലറയിൽ വന്നതുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ കല്ലറയിൽ വന്നിരുന്നുകൊണ്ട് കുടുംബം പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് അവരെ ബലം പ്രയോഗിച്ചാണ് ഈ കല്ലറയിൽ നിന്ന് സമാധി സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. എന്തായാലും ഈ കല്ലറ പൊളിക്കാനുള്ള അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിക്കാനുള്ള നീക്കവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോവുകയാണ്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും ഇതിന്റെ നടപടികൾ കൃത്യമായിട്ട് പൂർത്തിയാക്കും. സാഹചര്യങ്ങൾ ശാന്തമാണ് എങ്കിൽ ഇത് പൊളിക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് പ്രതിഷേധം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഒരു ഭാഗത്ത് പ്രതിഷേധവുമായിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മറ്റൊരാൾ ഇവരുടെ ബന്ധു എന്നാണ് പറയുന്നത് ഇവിടെ ഈ കല്ലറയ്ക്ക് സമീപം വന്നതുകൊണ്ട് ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള അസാധാരണമായ സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിക്കാനായി ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടുള്ളത്. പക്ഷേ അതിന് പ്രതിരോധം തീർക്കുകയാണ് കുടുംബവും ചില നാട്ടുകാരും എന്നാണ് ഷിജോ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയിലേക്ക് നമുക്ക് കുറച്ചു കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരാൻ സാധിക്കും.
മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംഘർഷത്തിന് താൽക്കാലിക പരിഹാരം. 21 വൈദികരുടെ പ്രാർത്ഥനായജ്ഞം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിലൂടെയാണ് പിൻവലിച്ചത്. എന്നാൽ ഏകീകൃത കുർബാനയിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് മെത്രോപൊലിത്തൻ വികാരി ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മെത്രോപൊലിത്തൻ വികാരി ജോസഫ് പാംപ്ലാനിയും 21 വൈദികരും പുലർച്ചെ 1:30 വരെ നടത്തിയ ചർച്ചയിലാണ് ബിഷപ്പ് ഹൌസിലെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. കാനൂനിക സമിതിയും കൂരിയെയും പുനഃസംഘടിപ്പിക്കാമെന്ന ജോസഫ് പാംപ്ലാനിയുടെ ഉറപ്പിനെ തുടർന്നാണിത്. അതിരൂപത കൂരിയയിൽ നിന്ന് ജോസഫ് പുതുവ ഉൾപ്പെടെ പുറത്തായാൽ തീരുമാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർ കണക്കുകൂട്ടുന്നു. 20-ാം തീയതിക്ക് ശേഷം നടക്കുന്ന ചർച്ചകളിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ചിരിക്കും പ്രശ്നപരിഹാരം. വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ പരിഗണിച്ച് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരണയായിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയുണ്ട്. കാനോനിക സമിതിയും കൂരിയും പുനഃസംഘടിപ്പിക്കുന്നതിൽ സിനഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഏകീകൃത കുർബാന വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. അതിരൂപത ആസ്ഥാനത്തെ സംഘർഷത്തിൽ 21 വൈദികർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതേസമയം വൈദികർക്കെതിരെ എടുത്ത സഭാ നടപടികളിൽ കൂടുതൽ പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. കേക്ക് വിവാദത്തിന് തിരികൊളുത്തിയ ഹമീദ് ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജിഫ്രി തങ്ങൾക്ക് കത്ത്. സമസ്തയിലെ ലീഗ് അനുകൂലികളാണ് സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകിയത്. സംസ്ഥയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഹമീദ് ഫൈസിയെ മാറ്റി നിർത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റ കാര്യം, വിശ്വാസത്തോട് ചെയ്ത ആളെന്താവും? വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാമിന് പുറത്തുപോയി കാഫറായി. സാദിഖ് അലി തങ്ങൾക്കെതിരായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഈ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ ജിഫ്രി തങ്ങൾക്ക് കത്ത് നൽകിയത്. ഹമീദ് ഫൈസി വിഭാഗീയ പ്രവർത്തനം തുടരുകയാണ്. മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും വിധമാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഹമീദ് ഫൈസിയെ മാറ്റി നിർത്തണമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, MC മായിൻ ഹാജി ഉൾപ്പെടെ 25 പേർ കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഹമീദ് ഫൈസിക്കെതിരെ ഇന്നലെ സാദിഖ് അലി തങ്ങളും പരോക്ഷമായി പ്രതികരിച്ചിരുന്നു. മീഡിയ 1 മലപ്പുറം. വിദേശ പരാമർശ കേസിൽ PC ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കോട്ടയം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഇരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഈ മാസം 10-നാണ് PCക്കെതിരെ കേസെടുത്തത്. യൂത്ത് ലീഗിന്റെ പരാതിയിലായിരുന്നു കേസ്. ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. നേരത്തെ പരാതിയിൽ കേസെടുക്കാൻ വൈകിയതിൽ പോലീസിനെതിരെ വിമർശനമുയർന്നിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു MLAയെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു MLAക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത്. അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് CPM-നും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായ ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPM-ലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPM-ന്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ
ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞു. നിങ്ങളിത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPM-ലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPM-ൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിൽ കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയൂ. അപ്പം UDF-ലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞ ആരോപണം. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ. എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോകും. അപ്പോൾ അവരത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ച് അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2021 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ. കഴിഞ്ഞ എന്നെ സ്വാധീനിച്ച്, ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ഒരു ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല പൈസ കിട്ടിയാൽ, ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചാൽ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നടക്കണം? ആർക്കാണ് നടക്കണം? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചു. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDF-ഉം ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. അല്ലേ ഞാനും അതിന്റെ അർത്ഥം അതല്ലേ. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം വാതില് ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ല. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. അതൊക്കെ ഒരു ചർച്ചയുണ്ടല്ലോ.
ഞാൻ പറഞ്ഞില്ല, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്ന ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യമൊക്കെ. അൻവർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കാണുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കാണുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്. പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ MLA ചുമതലപ്പെടുത്തി. രണ്ട്, മുഖ്യമന്ത്രിക്കും ഉപജാപക സംഘത്തിനെതിരായി ആരോപണം ഉന്നയിക്കാൻ CPM-ലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ CPM-ൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അന്ന്. അൻവറിന്റെ കാര്യത്തിൽ ഈ കഥ തുറക്കാനൊക്കെ ഇത്രയധികം ചർച്ചകൾ ഒക്കെ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം അനിവാര്യ പാർട്ടി വളരെ പെട്ടെന്ന് അൻവറിന്റെ കാര്യത്തിൽ സന്ധിവാര്യ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു. ഇപ്പൊ അൻവർ നേരത്തെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. ഇപ്പം സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകനാണ്. അപ്പൊ ഈ തുറക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമില്ല. താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം. ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ബാധകമല്ല. എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. ഞാൻ അന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്ന് ഇത് മാറ്റരുന്നു, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറേ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നെന്ന്. സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത് നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അന്നോ ഭാവിയിൽ അറിയണമെന്ന് പറഞ്ഞു. ഇതുപോലൊരു മുഖ്യമന്ത്രി ഇതുപോലെ ആരോപണം ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ, രേഖയായിട്ട് കിടക്കട്ടെ. നെയ്യാറ്റിൻകരയിൽ സമാധിയിരുത്തിയ ഗോപന്റെ കല്ലറ പൊളിക്കുന്നതിൽ വീണ്ടും സംഘർഷം. കല്ലറ പൊളിക്കുന്നത് നീട്ടിവെക്കും, സത്യാവസ്ഥ എന്തെന്ന് അറിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഷിജോ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ കല്ലറ പൊളിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? സ്നേഹ, കല്ലറ പൊളിക്കുന്ന നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇതൊക്കെ നാട്ടുകാരാണ്. ഞങ്ങളെ നാട്ടുകാരനാണ്, ഒരു സമുദായക്കാരല്ല. പല ജാതിക്കാരും സമുദായക്കാരും ഇവിടെ നാട്ടിലുള്ളത്. പക്ഷെ അവര് പറയുന്നത് വെച്ചാൽ ഒരു സമുദായക്കാർ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർ ആരും വിഷയം ഉണ്ടാക്കില്ല എന്ന് അത് പറഞ്ഞത് കൃത്യമായി നിർത്തിവെച്ചവാദികളായ വിഷ്ണു ചന്ദ്രശേഖർ, അതായത് VSDPയുടെ വർഗീയവാദിയാണ്. കേരളത്തിലെ ഭിന്നിപ്പിക്കുന്ന വർഗീയവാദി അയാളും അതുപോലെ തന്നെ VSDPയുടെ ആൾക്കാർ, BJPയുടെ ആൾക്കാരും വന്നിട്ട് പച്ചയ്ക്ക് വർഗീയതാണ് പറഞ്ഞത്. ഈ വർഗീയത പറയുമ്പോൾ ഇവിടെ ഹിന്ദു മത ക്രിസ്ത്യാനിയോ അല്ലെ മുസ്ലിംസോ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാവരും പല ജാതിക്കാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ വേണ്ട, ഇത് ഒരു ജാതിക്കാരൻ. ഇയാൾക്ക് അറിയാൻ ആവശ്യമുണ്ട്. എനിക്കറിയാൻ ആവശ്യമുണ്ട്. കൊന്നതാണോ അല്ല എങ്ങനെ അപ്പൊ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. താൽക്കാലികമല്ല, ഇത് പൈസയുടെ മീതാണ്. എന്തിനാണ് പൈസയുടെയും ഇതെന്ന് പറഞ്ഞാൽ ഇത് പണത്തിന്റെയും രാഷ്ട്രീയ ബലവും കൊണ്ടാണ് ഇപ്പൊ നിർത്തിയിട്ടത്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, ഇത് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ബലവും പണബലവും കൊണ്ടാണ്. വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതാണല്ലോ പറയുന്നത്. ഇല്ല, ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ല. അങ്ങനെ ജീവനോടും കൂടി ഉണ്ടോ ഇല്ല മാത്രം അറിഞ്ഞാൽ നമുക്ക്, അല്ല വേറെ രാഷ്ട്രീയമല്ല. ഇവിടെ ഇപ്പോൾ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതാണ് പറയുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ വരുത്തി തീർക്കാൻ വേണ്ടി VSDPയുടെ
വിശ്വനാഥ് ചന്ദ്രശേഖർ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ BJP-യുടെയും BHP-യുടെയും വർഗീയവാദികൾ. കേരളത്തിൽ നിയമമില്ലേ? ആ നിയമം നടപ്പിലാക്കണോ എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. നിയമം നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നിയമം ഒരു സംഘടനയ്ക്ക് മുട്ടുകുത്തേണ്ടതല്ല സർക്കാർ. പറഞ്ഞു മനസ്സിലായി? ഇവിടുത്തെ നിയമം നടപ്പിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടുത്തെ ആചാരങ്ങളെ തച്ചുടക്കാൻ ശ്രമിക്കുന്നതല്ല. സ്നേഹ, എന്തായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ്. കാരണം ഒരു ഭാഗത്ത് ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, മറുഭാഗത്ത് ഈ നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അത് തന്നെയാണ് ഇവർ തുടക്കം മുതൽ തന്നെ പറയുന്നത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസ് ഈ കല്ലറ പൊളിച്ചുള്ള ഒരു മൃതദേഹം പുറത്തെടുത്തുള്ള നടപടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ചേട്ടാ, ഇതിന് കുറെ ആളുകൾ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഒരു വർഗീയ സംസാരമാണ് ഇന്ന് സംസാരിച്ചത്. അവിടെ 1 മണിക്കൂർ പോലീസ് അതിന്റെ കൂടെ നിന്നു. ഇതിപ്പോ പോലീസ് ചെയ്തേക്കുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായി ഇന്ന് പൊളിക്ക് നിർത്തിവെച്ചേക്കാണ്. അപ്പൊ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നലെ വരെ ഈ ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആ ഒരു കുടുംബം മാത്രമാണ് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു സംവിധാനം പുറപ്പെട്ടത്. അവര് പിന്നെ പൊളിക്കാൻ പറ്റൂല, എടുക്കൂലെന്നും പറഞ്ഞ് വന്ന് മുദ്രാവാക്യം വിളിയും. എല്ലാം BJP-യുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ ഇപ്പോ ഞങ്ങള് പല പാർട്ടിപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഇതിപ്പോ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വർഗീയ സംഘർഷം, ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കും. അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിൽക്കുന്ന യുവമോർച്ചയുടെ പ്രവർത്തകരാണ് ഈ വർഗീയത ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത്. സ്നേഹ, എന്തായാലും ഈ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെ പോലീസ് വളരെ സംയമനത്തോടുകൂടി തന്നെയാണ് പോലീസ് നിയന്ത്രിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടുന്ന് നീക്കുകയാണ്. ഇന്നെന്തായാലും ഈ കല്ലറ പൊളിക്കുന്നത് പോലീസ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് അസിസ്റ്റന്റ് കളക്ടർ ആൽഫ്രഡ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് ഇവിടെ നിൽക്കില്ല. കാരണം പോലീസിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ കയ്യിൽ നിൽക്കില്ല. അത് പലതരത്തിലേക്ക് അത് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോലീസ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെ മരണപ്പെട്ടു അതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ ഇവിടെ തടസ്സക്കാരല്ല. പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ദിവസം ഒരു രാവിലെ കഴിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല, എല്ലാവരെയും അവിടുന്ന് പുറത്താക്കിയ ഒരു വിഭാഗം ആളുകൾ അകത്ത് നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, അത് RSS ആണ് നിൽക്കുന്നത്. അവരെ പുറത്താക്കണം. അവർ RSS-ഉം BSDP-യുടെ നേതാക്കളുമായിട്ടുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. അവരാണ് നിൽക്കുന്നത്. അവരെന്താണ് പോലീസ് മാറ്റാത്തത്? അതാ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി ഇതിൽ നേട്ടം കൊയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പോലീസ് അവരെ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ വന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോലീസിന് നല്ല വിശ്വാസമുണ്ട്. പോലീസ് നല്ല തീരുമാനമെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പോലീസ് കൃത്യമായ അതിലൊരു നിലപാടെടുത്താൽ മാത്രം മതി. ഞങ്ങൾക്ക് അതിലൊന്നും വേറെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരുമല്ല. അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവർ. അവരാണ് വർഗീയത പറയുന്നവർ. അവരാണ് ഹിന്ദുവും മുസൽമാനും എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഇവിടെ പുറത്തു നിൽക്കുന്നവരെ കാണുന്നത്. അങ്ങനെ ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ്. ഹിന്ദുവായാലും മുസൽമായാലും എല്ലാം ഞങ്ങൾക്ക് ഒന്നുപോലെയാണ്. അതേ ഉള്ളൂ. ഞങ്ങൾക്ക് അയാൾ അവിടെ ഉണ്ടോന്ന് അറിയുക, ഇതെങ്ങനെ മരണപ്പെട്ടു, അത്രേ ഉള്ളൂ. അതിലും ഞങ്ങൾക്ക് വേറെ അവരുടെ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല. പിന്നെയും പറയണം, ഞങ്ങൾ തടസ്സമല്ല. എന്ത് പ്രവർത്തനവും ചെയ്യട്ടെ. അവിടെ കോവിലോ എന്തോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടെ, അതിനൊന്നും പ്രശ്നമല്ല. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നറിയാം ആദ്യം. അതാണ് അവിടെ പൊളിച്ചു നോക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ. പിന്നെ ഇതെങ്ങനെ മരണപ്പെട്ടു എന്നറിയാം. ഇത് 2 ആവശ്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. നാട്ടുകാരുടെ നിലയിൽ ഞങ്ങളുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. സ്നേഹ, നാട്ടുകാരുടെ ആവശ്യം ഇതാണ് അവർ പറയുന്നത്. എങ്ങനെ മരണപ്പെട്ടു എന്നറിയണം. ആ സമാധി സ്ഥലത്ത് അല്ലെങ്കിൽ ആ കല്ലറയിൽ ഈ പറയുന്ന ഗോവൻ സ്വാമി ഉണ്ടോ എന്നറിയണം. ഇക്കാര്യങ്ങളാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ വിഷയത്തെ മുതലെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ പറയുന്നത്. എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വളരെ സംയമനത്തോടുകൂടി പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സമാധി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മുടെ തൊട്ടടുത്ത് താമസിച്ച ഒരാൾക്ക് എന്ത് പറ്റി എന്നറിയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അത് തന്നെയാണ് അവർ പങ്കുവെക്കുന്നതും. ഈ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ മറ്റ് നടപടികളിലേക്ക് കടക്കില്ല. പക്ഷേ ഇത് എന്താണ് സത്യാവസ്ഥ എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പോലീസിന്റെ നീക്കം?
സ്നേഹ പറഞ്ഞു തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കൊപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഈ നാട്ടിലെ ആളുകളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരാൾ എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അറിയുക എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ച് ആവശ്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഈ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ കൃത്യമായിട്ട് പോലീസിൽ പരാതി നൽകിയത്. ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഈ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മാൻ മിസ്സിങ്ങിന് കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കല്ലറ പൊളിക്കാനായിട്ട് ഇവിടേക്ക് വന്നത്. ആ കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് ആ വീട്ടുകാരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചത്. നമ്മൾ കണ്ടിരുന്നു, അസാധാരണമായ ചില രംഗങ്ങൾ കണ്ടിരുന്നു. ആ വീട്ടുകാരെ പിന്തുണയ്ക്കുന്ന ആ പ്രവർത്തകർ, ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ആളുകൾ ഇവിടേക്ക് വരികയും അവർ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ കുടുംബത്തെ പിന്തുണച്ച ആളുകൾ ഇവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. എന്തായാലും തീർത്തും അസാധാരണമായ ചില സാഹചര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഇപ്പോൾ ഇവരിവിടുന്ന് മടങ്ങുകയാണ്. അവരുടെ കുടുംബത്തിന്റെ അഭിഭാഷകനാണ് ഇവിടുന്ന് ഇപ്പോൾ മടങ്ങിപ്പോകുന്നത്. അവർ പറയുന്നത് എന്തായാലും ഒരു തരത്തിലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് മറ്റൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പോലീസ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം നാട്ടുകാർ അവിടെ ഇവിടെയും മുഖാമുഖം നിന്ന് ഒരു പോർ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്ന് പോർ വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിലാണല്ലോ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമോ എന്നുള്ളതുപോലും നമുക്ക് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു പോർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കുറേയധികം മനുഷ്യന്മാർ പോർ വിളിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേര് രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഈ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാകും. വിശ്വാസത്തിന്റെ പേരിൽ കുറേയധികം ആളുകൾ മുതലെടുക്കാൻ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഈ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ചില ആളുകൾ അതിനെ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും തീർത്തും അസാധാരണമായ സാഹചര്യങ്ങൾ, തീർത്തും അസാധാരണമായ രംഗങ്ങളൊക്കെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ കല്ലറ പൊളിക്കില്ല. മറ്റൊരു ക്രമസമാധാന പ്രശ്നം, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ അത് പോലീസ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. കാരണം അത് മറ്റ് പല തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്തായാലും അതിലൂടെ ഉടലെടുക്കും. അതിലേക്ക് പോകാതെ വളരെ രമ്യമായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ അഭിഭാഷകനെയും രണ്ട് മക്കളെയുമായിട്ട് ഇപ്പോൾ ഈ പോലീസ് അവിടുന്ന് പോവുകയാണ്. ഒരു പക്ഷേ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് അഭിഭാഷകരാണ് ദൃശ്യങ്ങളിൽ കണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബം ഏതെങ്കിലും രീതിയിൽ നിയമപരമായി ഇതിനൊരു സ്റ്റേ വാങ്ങുക, അത്തരത്തിൽ നിയമപരമായി എങ്ങനെയെങ്കിലും നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ? സ്നേഹ, കുടുംബം നിയമപരമായിട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഇനി നിയമപരമായിട്ട് പോകാനാണ് ആലോചിക്കുന്നത്? അല്ല, നിയമപരമായിട്ട് പോകുമല്ലോ, സ്വാഭാവികമല്ലേ, നിയമപരമായിട്ട് പോകും. അത് ഇന്ന് ആർ ഡി ഒ ആദ്യത്തെ കൺസേൺ ആദ്യം പറഞ്ഞു ഇതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ആർ ഡി ഒ പറഞ്ഞത്. ഇപ്പോൾ ആ കൺസേണൊക്കെ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് കേവലം CRPCയുടെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. ആ ആർ ഡി ഒ ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമില്ല. അതൊക്കെ മാധ്യമ വർഷം മാത്രമാണ്. ഒരു വൈരുദ്ധ്യമില്ല. പോയിക്കോട്ടെ. ഇത് ചില വർഗീയ പരാമർശങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ഒരു വൈരുദ്ധ്യമില്ല. ചില വർഗീയ പരാമർശം, ചില ആളുകൾ വർഗീയമായിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? അവരെ ഏറ്റവും സ്നേഹിക്കുന്ന പിതാവിന്റെ കാര്യമാണ്. ഒരു വൈരുദ്ധ്യവും ഇല്ല. അല്ല, ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല, ചില ആളുകൾ ഇതിനെ വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോട് അപേക്ഷ പ്രതികരണം എന്താണ്? അല്ല, ഒരു വൈരുദ്ധ്യവും ഇല്ല. വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നുമില്ല. സ്നേഹ, ഈ ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല, കൃത്യമായിട്ടുള്ള മറുപടി അല്ല അഭിഭാഷകൻ പോലും നൽകുന്നത്. അവരവരുടെ ഭാഗം കൃത്യമായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ കോടതിയിലേക്ക് പോകണോ അതോ സ്റ്റേഷനിലേക്ക് പോകണോ? സ്റ്റേഷനിലെ RDO ആയിട്ടുള്ള ചർച്ചയ്ക്ക്. അപ്പോൾ RDOയുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് അഭിഭാഷകനും ഈ രണ്ട് മക്കളും രാജസേനനും അതുപോലെ സനന്ദനും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ, അസാധാരണമായ സാഹചര്യങ്ങളാണല്ലോ ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു മറുപടിയൊന്നും ഇവരുടെ ഭാഗത്തു നിന്നില്ല. ഒരു തരത്തിലുള്ള വൈരുദ്ധ്യ മൊഴികളിലില്ല. എല്ലാ കാര്യങ്ങളും ഇവരുടെ ഭാഗം പൂർണ്ണമായിട്ട് ക്ലിയർ ആണ് എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ദൗത്യം. അതിനുവേണ്ടിയിട്ട് പോലീസ് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ, അതായത് നമുക്കറിയാം ഈ സംഭവം കഴിഞ്ഞ് വ്യാഴാഴ്ച 11 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 11 സംഭവം നടന്നതിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇവരുടെ മക്കൾ തന്നെ ഇവിടെ ഒരു പോസ്റ്റർ പതിക്കുന്നു. സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ പതിക്കുന്നു. ആ പോസ്റ്ററിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്ന കുറേയധികം നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാൻ മിസ്സിങ്ങിന് പോലീസ് കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നെയ്യാറ്റിൻകര SHO നൽകുകയും ചെയ്തതാണ്. ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കല്ലറ പൊളിച്ചുകൊണ്ട്
ഇതിനകത്തെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് സംവിധാനവും ജില്ലാ ഭരണകൂടവും കടന്നത്. ആ അസ്വാഭാവികത പൂർണ്ണമായിട്ട് ദൂരീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ പോലീസും RDOയും ജില്ലാ കളക്ടറും അടക്കമുള്ള സംഘം ഇവിടേക്ക് വന്നത്. പക്ഷേ ആ കല്ലറ പൊളിക്കാനായിട്ട് ഒരു തരത്തിലും സമ്മതിക്കാത്ത ഒരു നിലപാടാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചത്. അതായത് സമാധിയായി എന്ന് പറയുന്നത് അവിടെ അത് പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. വിശ്വാസപരമായിട്ട് അവരത് പൂജിച്ച് കഴിഞ്ഞ കാലം കുറേയായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിയമത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഈ കുടുംബം സ്വീകരിച്ചത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതെ ഈ സാഹചര്യം വളരെ രമ്യമായിട്ട് വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്താൽ മാത്രമേ മറ്റൊരു തരത്തിലേക്ക് ഇത് പോകാതിരിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 2 ഇടങ്ങളിലായിട്ട് ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കണ്ടതാണ്. അത് കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നോട്ടീസ് നൽകും. നോട്ടീസ് നൽകിയതിനു ശേഷം ഈ കല്ലറ ഇന്ന സമയത്ത് ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിന് നോട്ടീസ് നൽകും. അതിനുശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. സ്നേഹ. ശരി ഷിജോ, നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കുടുംബത്തിന് നോട്ടീസ് നൽകിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഷിജോ കുര്യൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചു. യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബിനിൽ ബാബു കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ജെയിൻ സുരക്ഷിതനാണെന്നും ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് ലഭിച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കെ അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. അഖിൽ, ഈ ജെയിനുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ രാവിലെ കൊടുത്തിരുന്നു. ഇപ്പോൾ ബിനിലുമായി ബന്ധപ്പെട്ട ഈ ബിനിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങൾ വരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചത്? സ്നേഹ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് റഷ്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ബിന്നിൽ റഷ്യൻ നേരെയുണ്ടായ ഷെല്ലാക്രമണം ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരമാണ്. നേരത്തെ ഈ ബിന്നിൽ ജെയിൻ ഈ കുടുംബത്തെ ഇക്കാര്യം, അതായത് ഗുരുതരമായ പരിക്ക് ബിന്നിൽ ഏറ്റിരുന്നു എന്നൊരു കാര്യം തനിക്കും ബിന്നിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നൊരു വിവരം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ജെയിൻ തന്നെ മോസ്കോയിലേക്ക് മാറ്റിയെന്നും തനിക്ക് അടിയന്തര ശസ്ത്രക്രിയ അടക്കം പൂർത്തിയായി എന്നുള്ള കാര്യം കൂടി ഈ വീട്ടുകാരെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇവർ റഷ്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പിന്നാലെ റഷ്യൻ എംബസി അധികൃതർ ബന്ധുക്കളെ വിളിച്ച ശേഷം ഇത്തരത്തിൽ ഈ മരണത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയായിരുന്നു. ഔദ്യോഗികമായ അറിയിപ്പുകൾ, അതായത് മറ്റേ നോർക്ക വഴിയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും റഷ്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വിവരം ലഭിച്ചു എന്ന കാര്യമാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. അതും ഇത്തരത്തിൽ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും ജെയിൻ സുരക്ഷിതനാണ് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര മന്ത്രാലയം, അതായത് റഷ്യൻ എംബസി പറയുന്നത് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരം ഔദ്യോഗികമായി ലഭിച്ചു, ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണെന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ബിനിലിന്റെ കുടുംബത്തെ റഷ്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4 ദിവസത്തിനിടെ 39 പ്രതികളെയാണ് ഇതുവരെ പോലീസ് പിടികൂടിയത്. ഇലവുംതിട്ട, പത്തനംതിട്ട സ്റ്റേഷനുകൾക്ക് പുറമെ പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10ലധികം പ്രതികളെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് മാത്രം പിടികൂടിയത്. കേസിന്റെ ചുമതലയുള്ള DIG അജിത ബീഗം അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ഇന്നോ നാളെയോ ജില്ലയിൽ എത്തിയേക്കും. പ്രതികളിൽ ചിലർ വിദേശത്താണെന്നും ഇവരെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതിനിടെ കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്തെത്തി. കേരള പോലീസ് അന്വേഷിച്ചുള്ള പല കേസുകളിലും പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. മീഡിയ 1 പത്തനംതിട്ട. അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് യുവതിയുടെ കുടുംബം. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു. അകന്ന ബന്ധുക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ യുവതിയെ പല സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. നിലവിൽ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പീഡനത്തിനിരയായ യുവതിയുള്ളത്. സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമൂഹ്യനീതി ഡയറക്ടറോട് മന്ത്രി R ബിന്ദു നിർദ്ദേശിച്ചു. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ദേവർഗദാസ്ക്ക് സമീപം കേശവൻ എന്നയാളുടെ ആടിനെ കൊന്നു.
തെർമൽ ഡ്രോണിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൊന്ന ആടിനെ തന്നെ ഇരയാക്കി പുതിയ കൂടും സ്ഥാപിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ തുടരുകയാണ്. കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടിവെക്കും. രാത്രി 12:30ഓടെയാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. അമരക്കുനി തൂപ്ര നെടുങ്കാലയിൽ കേശവന്റെ 4 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ആടിനെയും കൊണ്ട് സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് കടുവയോടി. അപ്പം ഞങ്ങൾ രണ്ടും വാതിൽ ഒന്ന് വരുമ്പം കടുവ അതിൽ നിന്ന് പിടിച്ചില്ല കൊണ്ടുപോകുക. എന്നാലും ചേട്ടൻ എൻ്റെ ആടേന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് പോവുക. അപ്പം ഞാൻ ചെന്ന് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നു. എത്ര നാട്ടിന്റെ ഇടയ്ക്ക് കടുവ ഒരു കുറുക്കം പോലും വന്നു? ഇവിടെ വന്നിട്ടില്ല, അമരക്കുനി ഭാഗത്ത് വന്നിട്ടുണ്ട്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടിന്റെ ജഡം സമീപത്ത് നിന്ന് കണ്ടെത്തി. ഈ ഭാഗത്ത് പുതിയ കൂടും സ്ഥാപിച്ചു. കടുവ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിൽ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കൂടിന് അടുത്ത് വന്നപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കൂട് വീഴുകയാണ് ഉണ്ടായത്. ആനിമൽ വീക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേജിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് നീങ്ങുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് പരിശോധന തുടരുന്നുണ്ട്. കടുവാഭീതിയെ തുടർന്ന് സമീപത്തെ 4 സ്കൂളുകൾക്ക് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുൽപ്പള്ളിയിൽ നൽകിയിട്ടുള്ളത്. മീഡിയ 1 വയനാട്. മകരവിളക്കിനായി ശബരിമല ഒരുങ്ങി. ലക്ഷക്കണക്കിന് ഭക്തർ നാളെ സന്നിധാനത്ത് മകരവിളക്ക് ദർശിക്കും. അതേസമയം മലകയറ്റത്തിനും 18ാം പടി കയറിയുള്ള ദർശനത്തിനും ചൊവ്വാഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തും. 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു മകരവിളക്ക് കൂടെ കണ്ടുതൊഴാൻ കാത്തിരിക്കുകയാണ് ഭക്തർ. 2 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിനായി എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിന് തുല്യമായ ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവ മുഖേന 55,000 പേർക്ക് ശബരിമലയിൽ ദർശനം നടത്താം. നാളെ വെർച്വൽ ക്യൂ വഴി 40,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 1000 പേർക്കും ദർശനം നടത്താം. രാവിലെ 10-ന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിക്ക് നടയടച്ചാൽ വൈകിട്ട് മകരവിളക്ക് ദർശനത്തിന് ശേഷമായിരിക്കും 18ാം പടി കയറി ദർശനം നടത്താൻ സാധിക്കുക. അതേസമയം തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണം ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ സന്നിധാനത്തേക്ക് സ്വീകരിക്കും. 6:30-ന് തിരുവാഭരണമണിഞ്ഞ് ദീപാരാധന നടത്തുന്ന സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത്. മീഡിയ 1 സന്നിധാനം. FA കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തകർപ്പൻ ജയം. ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് തകർത്തത്. നിശ്ചിത ഓവറിൽ 1 ഗോളാണ് ഇരു ടീമുകളും നേടിയത്. ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ ജയിച്ചു. ഡിയാഗോ ഡലോട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിന് പിന്നാലെ 61-ാം മിനിറ്റ് മുതൽ 10 പേരുമായാണ് മാഞ്ചസ്റ്റർ പന്ത് തട്ടിയത്. സ്വർണം വെള്ളി നിരക്കും. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,300 രൂപ, പവന് 58,400 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,050 രൂപ, പവന് 48,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ.